ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത്, അപ്പോൾ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്, നമ്മൾ മുട്ട പുഴുങ്ങുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് മുട്ട ഇടരുത്. വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഓരോ മുട്ടയും നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുന്ന സമയത്ത് മുട്ട പെട്ടെന്ന് പൊട്ടി അതുപോലെ തന്നെ ആ മുട്ടയിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാനുള്ള ഒരു ടേസ്റ്റും ഇല്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ അത് കഴിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ ആകാതിരിക്കാനുള്ള ഒരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ സാധാരണ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിന് പകരം നമ്മൾ ഇതേപോലെ വെള്ളം ചൂടായി കഴിഞ്ഞ് മുട്ട ഇട്ടതിന് ശേഷം ഇതേപോലെ കുറച്ച് വിനാഗിരി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പം നമുക്കൊരു മുട്ട പോലും പൊട്ടാതെ കണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ചില സമയങ്ങളിൽ ഒഴിക്കാൻ തൈരില്ലാതിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് തൈര് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇല്ലാതെ തന്നെ തൈര് ഉണ്ടാക്കാൻ പറ്റും. അതിനുള്ള ടിപ്പാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് തൈര് ഒന്നും വേണ്ട. നമുക്ക് 2 പച്ചമുളക് മതി. 2 പച്ചമുളക് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ചൂടായ പാലിലേക്കൊന്ന് ഇട്ട് വെച്ച് ഒരു 4-5 മണിക്കൂർ ഇട്ട് വെച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല കട്ട തൈര് കിട്ടും. ഇതുപോലെ നിങ്ങൾ പച്ചമുളക് ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഉറയില്ലെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ച് വീണ്ടും പാല് ഇതുപോലൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടുത്തായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങയില കറിയാണ്. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി, വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ അല്ലേ. നമുക്ക് ഹെൽത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മുരിങ്ങയില എന്ന് പറയുന്നത്. ഹെയറിനും ഹെൽത്തിനും എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു മുരിങ്ങയില കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില ഇല എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതുപോലെ ഓരോ ഇലയായിട്ട് നമുക്ക് ഇതിന് മിക്സിയുടെ ജാറിന് ഒരു മിക്സിയുടെ ജാറ് നിറച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതെല്ലാം ഓരോന്ന് ഇലയായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ഇത്രയും മുരിങ്ങയിലയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് ചേർക്കേണ്ട ചേരുവകളൊന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1/2 മുറി തേങ്ങ ഇവിടെ ചിരകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലൊക്കെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിവിടെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ കടുക് വറുക്കുന്ന പോലൊക്കെ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക്, എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലയില്ലേ, ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് ഒന്ന് നമ്മൾ വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് കരിഞ്ഞു പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇലയൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം
പിന്നെ നമുക്ക് ആവശ്യത്തിന് ഒത്തിരി അങ്ങ് വെള്ളം ആവണമെന്നില്ല, ഒന്ന് കുറുകി വരത്തക്ക രീതിയിൽ ഞാൻ ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വേണം. ഇതൊരു കാരണവശാലും ചൂടാവുകയല്ല, അതുകൊണ്ട് തിളച്ച് പോകരുത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടിപൊളി കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ. കുട്ടികൾക്കാണെങ്കിലും എരിവൊന്നും ഇല്ലാത്തത് കാരണം വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനിവിടെ സൈഡിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ വേറൊരു ചീനിച്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പപ്പടമാണൊന്ന് ചുട്ടെടുക്കുന്നത്. ഒരു 2-3 പപ്പടം നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പപ്പടം ചുട്ടെടുത്തതിൽ നിന്ന് ഇവിടെ 2 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 പപ്പടം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ച് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലക്കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ചെറുതായിട്ട് നിങ്ങളൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇത് 2 പപ്പടത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതാ ഞാനിവിടെ 2 പപ്പടം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം അതാ ഞാൻ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ? ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. പിന്നെ ഗ്രേവി നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം നിങ്ങൾ ഒഴിക്കേണ്ട, തിക്കായിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഒരിത്തിരി വെള്ളമായിട്ട് വേണം, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എങ്കിലും ഒത്തിരി തിക്കുമല്ല, എന്നാൽ തീരെ ഇതുമല്ലാതെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് മുരിങ്ങയിലക്കറി വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇതാ ഞാൻ പപ്പടം ചുട്ടെടുത്തതിൽ നിന്ന് ഇവിടെ 2 പപ്പടം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 പപ്പടം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് പൊടിച്ച് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിലക്കറിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ചെറുതായിട്ട് നിങ്ങളൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. കണ്ടില്ലേ? ഇത് 2 പപ്പടത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതാ ഞാനിവിടെ 2 പപ്പടം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. കണ്ടില്ലേ? ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. പിന്നെ ഗ്രേവി നിങ്ങൾക്ക് കൂടുതൽ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം നിങ്ങൾ ഒഴിക്കേണ്ട, തിക്കായിട്ട് എടുക്കുക. എനിക്കിപ്പോൾ ഒരിത്തിരി വെള്ളമായിട്ട് വേണം, അതാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എങ്കിലും ഒത്തിരി തിക്കുമല്ല, എന്നാൽ തീരെ ഇതുമല്ലാതെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് മുരിങ്ങയിലക്കറി വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ടിപ്സൊക്കെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.